നമസ്കാരം. ദർശന ക്ലബിലെ സ്നേഹസംഗമം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എൻ്റെ വിദ്യാലയ ഓർമ്മകൾ എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളുണ്ട്. അവയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. വിദ്യാലയ ജീവിതം മനുഷ്യൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ്. അവിടുന്ന് ലഭിച്ച സൗഹൃദ വലയങ്ങളും അധ്യാപകരുടെ ശിക്ഷണവും സ്നേഹവും പത്തരമാറ്റിൻ്റെ തിളക്കമുള്ള മധുരമൂറുന്ന ഓർമ്മകളായി ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ സ്കൂളിലെ എൻ്റെ ആദ്യ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയില്ല. 10ാം ക്ലാസ് മാത്രമാണ് എൻ്റെ വിദ്യാലയ കാലം. എനിക്കിന്ന് 37 വയസ്സായി. എന്നാലും മനസ്സിൻ്റെ കോണിലുള്ള ആ ഓർമ്മകൾക്ക് വല്ലാത്ത തിളക്കം. ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാത്ത പലതും അനുഭവിച്ചറിഞ്ഞ 90s കിഡ്സാണ് ഞങ്ങൾ. ടീച്ചർമാരുടെയും സാറുമാരുടെയും സ്നേഹവും അവരെ കാണുമ്പോഴുള്ള പേടിയും ബഹുമാനവും പിന്നെ മൈലാഞ്ചിയിട്ട കൈകളിൽ കിട്ടുന്ന ചൂരൽ കഷായവും അടി ഭയന്ന് സ്കൂളിൽ പോകാൻ മടി കാണിച്ചതും അടിയുടെ വേദനയിൽ കണ്ണുനീർ വാർത്തതും ഉച്ചഭക്ഷണ സമയത്ത് ഒരുമിച്ചിരുന്ന് പങ്കിട്ട് കഴിച്ചതും ക്ലാസ്സിലെ തമാശകളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം മനസ്സിൽ കടന്നു വരുമ്പോൾ ഇനിയൊരിക്കലും തിരികെ കിട്ടാത്ത നഷ്ടസ്വർഗമായി വിങ്ങലോടെ ഓർക്കുന്നു. ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്നും പുറത്തു വന്ന കഥകളും കവിതകളും ഉപന്യാസവുമെല്ലാം യൂത്ത് ഫെസ്റ്റിവൽ പ്രോഗ്രാമിൽ രചിച്ച് തുടർച്ചയായി ഫസ്റ്റും സെക്കൻഡും നേടിയതും അഭിമാനത്തോടെ ഞാൻ ഇന്ന് ഓർക്കുന്നു. സ്കൂളിൽ സ്പോർട്സ് നടക്കുമ്പോൾ ഓടാനും ചാടാനും ഉള്ള മടി കാരണം ബെഞ്ചിനടിയിൽ ഒളിച്ചിരുന്ന ഞങ്ങൾ 1-2 പേരെ സാർ കയ്യോടെ പൊക്കി മത്സരിപ്പിച്ചു. തവളച്ചാട്ടത്തിന് ഫസ്റ്റും ഓട്ട മത്സരത്തിൽ വിൻ ചെയ്യാൻ കഴിഞ്ഞതും അപൂർവ നേട്ടങ്ങളായിരുന്നു അന്നെല്ലാം. സ്കൂളിലെ ചുറ്റുവളപ്പിലുള്ള ചാമ്പയ്ക്ക പറിക്കാനായി മരത്തിൽ കയറിയപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന കമ്പിവേലി തട്ടി കാൽ മുറിഞ്ഞ് സെപ്റ്റിക്കായി. ഇഞ്ചക്ഷൻ വച്ചു. സ്കൂൾ ലീവുമായി. വളരെ രസകരമായിരുന്നു. അന്നെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ആഴ്ചപ്പതിപ്പ് ബാലരമയും ബാലഭൂമിയും ഏറെ ഇഷ്ടത്തോടെയും കൗതുകത്തോടെയും വായിക്കുമ്പോൾ കൊതിയായിരുന്നു. ആ ബുക്കിൽ വരുന്ന സ്റ്റിക്കറുകൾ പുസ്തകത്തിലും ബോക്സിലും ഒട്ടിച്ച് ഗമ കാണിക്കും. ഇടയ്ക്ക് ഞാൻ പഠിച്ച 3 വിദ്യാലയങ്ങളിലും സന്ദർശിക്കാറുണ്ട്. സ്കൂളിൽ നിന്നും ഒരു വിനോദയാത്ര പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പോയി വന്ന കുട്ടികൾ അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ അത്ഭുതവും സങ്കടവുമെല്ലാം തോന്നും. ഒരു ചെറിയ മിഠായി എന്തുമാവട്ടെ പങ്കുവച്ചേ അന്നെല്ലാം കഴിക്കൂ. സ്കൂളിൽ വെച്ചുണ്ടായ ആദ്യ ആർത്തവവും അതിൻ്റെ പ്രയാസങ്ങളും ടെൻഷനും മറക്കാനാവാത്ത ഓർമ്മയാണ്. സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്ന കാലമാണല്ലോ. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം നടക്കില്ലല്ലോ. ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരി
സാനിയ കളിക്കിടയിൽ വീണ് മുട്ടുപൊട്ടി നെറ്റി പൊട്ടി ചോര വന്നതുകൊണ്ട് അവളെ ദൂരെയുള്ള അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാനും കൂട്ടുകാരികളും ചേർന്ന് പോയതും ആദ്യമായി അവിടെ വെച്ച് അവളുടെ അമ്മ തന്ന പതിമുഖം ഇട്ട് തിളപ്പിച്ച റോസ് കളർ വെള്ളം കൗതുകത്തോടെ കുടിച്ചതും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. സ്കൂൾ ജീവിതത്തിൽ എന്നും പേടിയുള്ള ദിനങ്ങളായിരുന്നു പരീക്ഷാകാലം. പരീക്ഷയ്ക്ക് മുമ്പുള്ള ഭയവും റിസൾട്ട് വന്നതിന് ശേഷമുള്ള സന്തോഷവും മനസ്സിൽ പുളകം സൃഷ്ടിച്ചു. സ്കൂൾ ജീവിതം കഴിഞ്ഞുവെങ്കിലും മരിക്കാത്ത ഓർമ്മകൾ ഇന്നും മനസ്സിൽ ജീവിക്കുന്നു.